ഇപ്പോൾ പോറ്റി ജയിൽ മോചിതനായി പുറത്തേക്ക് ഇറങ്ങുന്നു. തത്സമയ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. പോറ്റിത 90 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നു. തിരുവനന്തപുരത്ത് തത്സമയ വിവരങ്ങളാണ്, നമ്മൾ ദൃശ്യങ്ങളാണ് കാണുന്നത്. കുടുംബാംഗങ്ങൾ നേരത്തെ തന്നെ ജയിലിലേക്ക് എത്തിയിരുന്നു. പോറ്റി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി. ഇന്ന് വിജിലൻസ് കോടതിയിൽ നിന്ന് ഉത്തരവ് സബ് ജയിലിലേക്ക് എത്തിയ ശേഷം അവിടെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷം പുറത്തേക്ക് വരുന്നതിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. കുടുംബാംഗങ്ങളൊക്കെ തന്നെ പോറ്റിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ജയിലിലേക്ക് എത്തിയിരുന്നു. 90 ദിവസമാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകുന്നത്. കർശന ജാമ്യ വ്യവസ്ഥകളോടുകൂടിയാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. സ്വാഭാവിക ജാമ്യമായിരുന്നു പോറ്റിക്ക് ലഭ്യമായിരുന്നത്. 90 ദിവസം പൂർത്തിയാക്കുമ്പോൾ സ്വാഭാവികമായി ലഭിക്കുന്ന ജാമ്യം, ഇത് 2 കേസുകളിലും ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. പോറ്റിക്ക് മാധ്യമങ്ങളോടോ മറ്റേതെങ്കിലും തരത്തിൽ സംസാരിക്കാനോ ഒക്കെയുള്ള നിയന്ത്രണങ്ങളുണ്ട്. കർശനോപാധി 10ഓളം ജാമ്യ വ്യവസ്ഥകളാണ് നിലവിൽ നിലനിൽക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലേക്ക് പോകാൻ ആകില്ല. പിന്നീട് അന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഏതെങ്കിലും തരത്തിലൊരു പരാമർശമോ നീക്കങ്ങളോ നടത്താൻ പാടില്ല എന്നടക്കം വലിയ ഉപാധികളാണ് ഇപ്പോൾ കോടതി വെച്ചിട്ടുള്ളത്. അപ്പോൾ SITയുടെ ഒക്കെ തന്നെ കടുത്ത നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളും. പോറ്റി പുറത്തേക്കിറങ്ങുന്നു. 90 ദിവസമാണ് ഈ ദൃശ്യങ്ങൾ വരുന്നത് എന്ന പ്രത്യേകത കൂടി ഉണ്ട്. പലപ്പോഴായി കോടതിയിലേക്കൊക്കെ പോറ്റിയെ കൊണ്ടുപോകുമ്പോഴൊക്കെ തന്നെ പോറ്റി ഒരു തരത്തിലും മാധ്യമങ്ങളോടൊന്നും പ്രതികരിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിൽ പോറ്റി പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ദൃശ്യം കാണുന്നു. സ്റ്റെഫിൻ ചേരുന്നുണ്ട് തത്സമയം. സ്റ്റെഫിൻ, പോറ്റി പുറത്തേക്ക് വരികയാണ്. 90 ദിവസം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എങ്ങനെയാണ് അവിടെ നിന്നും കാണാൻ കഴിയുന്നത്? അഭിഭാഷകരൊക്കെ ഉണ്ടോ അവിടെ? പ്രജീഷ, അഭിഭാഷകരില്ല. പോറ്റിയുടെ അടുത്ത ബന്ധുക്കൾ, അതായത് ഭാര്യയും ഒപ്പം തന്നെ ബന്ധുക്കളുമാണ് ഈ വാഹനത്തിലുള്ളത്. പോറ്റി ഇപ്പോൾ വാഹനത്തിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഈ പ്രധാന കവാടത്തിന് മുന്നിലൂടെ ഇപ്പോൾ പോറ്റി കടന്നു വരും. ഈ വാഹനം പുറത്തായിരുന്നു ഇട്ടിരുന്നത്. അതുകൊണ്ടാണ് കുറച്ചു നേരം പോറ്റി ആ ജയിലിന് മുന്നിലേക്ക് ഇങ്ങനെ വന്ന് നിന്നത്. അല്പസമയത്തിന് മുമ്പാണ്, ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് പോറ്റിയുടെ ബന്ധുക്കൾ ഇവിടെ എത്തി ഈ കോടതിയുടെ അപേക്ഷ ജയിൽ അധികൃതർക്ക് നൽകിയത്. ഏതാണ്ട് 1 മണിക്കൂറിനകം തന്നെ പോറ്റി ഇറങ്ങി വരികയാണ്. ആ കാർ നമുക്ക് ദൃശ്യങ്ങൾ നേരിട്ട് കാണാം. പോറ്റി അവിടെയുണ്ട്. പോറ്റിയുടെ ഭാര്യയും ഒപ്പം തന്നെ ബന്ധുവും സഹോദരിയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിൻ സീറ്റിൽ പോറ്റി ഇരിക്കുന്നുണ്ട്. മുൻ സീറ്റിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുവും ഡ്രൈവറും ആണ് ഉള്ളത്. അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യം കിട്ടി പുറത്തേക്ക് വരികയാണ്. സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് വരികയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പ്രതികരണം ചോദിച്ച് എങ്കിലും അദ്ദേഹം ചിരിച്ചുകൊണ്ട് കാറിൽ കടന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക്. ജാമ്യവ്യവസ്ഥകൾ ഉള്ളതുകൊണ്ട് എന്തായാലും പോറ്റിക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. നിന്ന് പോറ്റിയുടെ വാഹനം തീർച്ചയായിട്ടും കർശനമായ ഉപാധികളാണ് പോറ്റിക്ക് മുന്നിൽ ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പോറ്റി കൂടുതൽ പ്രതികരണത്തിന് ഏതായാലും തയ്യാറാകില്ല. പ്രത്യേകമായി 10ാമത്തെ ക്ലോസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് പരസ്യ പ്രതികരണം നടത്തരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ പ്രതികരണത്തിലേക്ക് ഒന്നും തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പോകാനിടയില്ല. കാരണം അത്രയധികം കർശനമായ ഉപാധികൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പോറ്റിക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും SIT കോടതി അറിയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുഖ്യ സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത്. ഒപ്പം തന്നെ പോറ്റിയുടെ സാമ്പത്തിക ഇടപാട്, ഈ മറ്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, ബെല്ലാരിയുമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം, അതെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കരുത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ബാങ്ക് ഇടപാടിൽ പലതരത്തിലുള്ള സംശയങ്ങൾ SITക്ക് മുന്നിലുണ്ട്. പരിശോധനാ ഫലങ്ങൾ, ശാസ്ത്രീയമായ പരിശോധനാ ഫലങ്ങൾ ഇനി ഏതായാലും വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കർശനമായ ജാമ്യ വ്യവസ്ഥകളുണ്ട്. പാസ്പോർട്ട് ഹാജരാക്കണം. ചൊവ്വയും വെള്ളിയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാക്കണം. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നാളെ ഇഞ്ചക്കൽ എത്തി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ SIT സംഘത്തിന് മുന്നിൽ ഹാജരാകും. അവിടെയും അങ്ങനെ അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല, ഒപ്പം സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല തുടങ്ങിയ കർശന വ്യവസ്ഥകളോട് കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിന് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ഒരിക്കലും പോകാനുള്ള സാധ്യതയില്ല. ഒപ്പം നേരത്തെ ജാമ്യം ലഭിച്ച മുരാരി ബാബു അടക്കമുള്ള ആളുകളുണ്ട്. അവരൊന്നും തന്നെ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പോയിരുന്നില്ല. ഒപ്പം പോറ്റിക്ക് വളരെ കൂളായിട്ടാണ് പോറ്റി ഇറങ്ങി വരുന്നത് അല്ലേ? EDയുടെ സമൻസ് പോറ്റിക്ക് നാളെ ഏതായാലും
അതെ, തീർച്ചയായിട്ടും പോറ്റി ഈ ജയിലിന് പുറത്തേക്ക് വന്ന് പോറ്റിയുടെ ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ പോറ്റിക്കും എല്ലാം വലിയ തരത്തിലുള്ള ഒരു സന്തോഷമാണ് ഉണ്ടായിരുന്നത്. പോറ്റിയുടെ ബന്ധുക്കൾ ഇങ്ങനെ ജയിലിലേക്ക് കടന്നു വരുമ്പോഴും ചിരിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. കാരണം ഏതാണ്ട് 90 ദിവസത്തിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാൻ എന്നൊരു പ്രതീക്ഷ. അപ്പോൾ തന്നെ ഒരു ഭാര്യയ്ക്ക് കുറച്ചുകൂടി ഒരു അമ്പരപ്പും ഒരു വിഷമവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റു ബന്ധുക്കളെല്ലാം സന്തോഷത്തോടുകൂടി പോറ്റിയെ സ്വീകരിച്ചു. പോറ്റി ചിരിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിലൂടെ സാധാരണ ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന തരത്തിലുള്ളൊരു കോൺഫിഡൻസോടുകൂടിയുള്ള ഒരു ചിരിയുണ്ട്. അതിനുശേഷം എന്താണ് നടന്നതെന്നൊക്കെ നമുക്കറിയാം. 90 ദിവസം ജയിൽ കിടക്കേണ്ടി വന്നു. അതേപോലെ ഒരു ചിരിയുമായിട്ടാണ് പോറ്റി ഏതായാലും ഈ കരമനയിലെ സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, കിളിമാനൂരിലെ പുളിമാത്തുള്ള വീട്ടിലേക്ക് തന്നെയായിരിക്കാം പോവുക.